പെന്തക്കോസ്ത് സെമിത്തേരി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ധർണ നടത്തി. ശൂരനാട് തെക്ക് കോയിക്കൽ ചന്തയ്ക്ക് സമീപം സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയോട് ചേർന്നുള്ള സെമിത്തേരി സംരക്ഷിക്കണമെന്നാണ് ആവശ്യം. മണ്ണെടുപ്പിനെ തുടർന്ന് സെമിത്തേരിക്ക് സംരക്ഷണം നഷ്ടപ്പെടുന്ന അവസ്ഥയാണെന്ന് യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിൽ ചൂണ്ടിക്കാട്ടി. ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്തിലെ കോയിക്കൽ ചന്തയ്ക്ക് സമീപമുള്ള പെന്തക്കോസ്ത് സെമിത്തേരി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിൽ ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. 1960 മുതൽ പെന്തക്കോസ്ത് വിശ്വാസികൾ സെമിത്തേരിയായി ഉപയോഗിക്കുന്ന സ്ഥലമാണിത്. എന്നാൽ സെമിത്തേരി ഇവിടെ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട ചിലർ കോടതിയെ സമീപിച്ചു. ഇത് വിശ്വാസികളിൽ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. 100ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന സെമിത്തേരിയാണിത്. ഇതിനിടെ സെമിത്തേരിയോട് ചേർന്നുള്ള മണ്ണ് വൻതോതിൽ നീക്കം ചെയ്യുന്നതായും ആക്ഷേപമുണ്ട്. മണ്ണെടുപ്പിനെതിരെ പഞ്ചായത്ത് അധികൃതർക്കും ജിയോളജി വകുപ്പിനും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതേ തുടർന്നാണ് ധർണ സംഘടിപ്പിച്ചത്. യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിൽ ദേശീയ പ്രസിഡന്റ് ബാബു പറയത്തുകാട്ടിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. അത് വാങ്ങിച്ചു ഇവിടെ പലപ്പോഴും ബോഡികൾ അടക്കം ചെയ്തിട്ടുണ്ട്. അന്നൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. എന്നാൽ ഞങ്ങൾ കയറുന്ന വഴിയുടെ ഭാഗത്ത് അന്നുള്ളവർക്ക് ഇന്നത്തെ പോലെ വേലി കെട്ടി മതിൽ കെട്ടിയൊന്നും ഉള്ള കാലമല്ല. ഞങ്ങളുടെ ചെറുപ്പകാലം ഇങ്ങനെ അതിലില്ലാതെ ഇങ്ങനെ കിടക്കുന്ന സാഹചര്യമായതുകൊണ്ട് ഞങ്ങളുടെ ഉൾഭാഗത്തെ വസ്തുവാണ് സെമിത്തേരിക്ക് വേണ്ടി വാങ്ങിയത്. എന്നാൽ ഈ ശൂരനാട് ഓർത്തഡോക്സ് ചർച്ചുകാർ ഞങ്ങൾ കയറി വരുന്ന വഴിയുടെ ആ ഭാഗത്തുള്ള സ്ഥലം അവർ വിലയ്ക്ക് വാങ്ങിയപ്പോൾ ഞങ്ങളുടെ വഴി അടയപ്പെടുവാനിടയായി. അവർ വേലി കെട്ടുവാനിടയായി. അങ്ങനെ വേലി കെട്ടി ഞങ്ങൾക്ക് അതിൽ പ്രവേശിക്കുവാനൊക്കാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ ഞങ്ങളുടെ ഒരു പ്രിയ സഹോദരി ലോകത്ത് മാറ്റപ്പെടുവാനിടയായി. മധുപാസ്റ്റർ, ആലീസ് രാജു, തങ്കച്ചൻ, ലീലമ്മ, ബാബു കെ, ജിജോ, സോളമൻ, റെജി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.